താങ്കൾ എനിക്കൊന്ന് രഞ്ജിത്തുണ്ണി, എനിക്കൊന്ന് രഞ്ജിത്ത് ജിമിക്കി കമലൊക്കെ പാടി അല്ലേ? അത് എത്ര, ഞാൻ 50 മില്യനോ എത്ര ആൾക്കാരാണ് യൂട്യൂബിൽ ഇത് കണ്ടിരിക്കുന്നത്? 100 മില്യൺ കഴിഞ്ഞോ എൻ്റെ പൊന്നെ? അപ്പോൾ 10 കോടി ആളുകൾ മിനിമം അത് കണ്ടിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല, ഈ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ എവിടെ ഒരു സ്ഥലത്ത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നമ്മൾ 24 വാർത്തയായിട്ട് കൊടുത്തിരുന്നു. അവിടെ ആൾക്കാർ ഇന്ന് ജിമിക്കി കമൽ ഡാൻസ് ചെയ്യുന്നു പാട്ടിട്ടിട്ട്. അത് എന്നുവെച്ചാൽ ലോകത്ത് ഇതിൻ്റെ അർത്ഥം എന്തോന്നും അറിയാതെ ആണെങ്കിലും നമ്മുടെ ഭാഷ കുറച്ചുകൂടെ കയറിപ്പോയി. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ദൈർഘ്യം ഉണ്ടല്ലോ, ആ ദൈർഘ്യത്തിൽ അത് ആസ്വദിക്കുക. നമ്മൾ കൂടുതൽ അതിനെ കീറി മുറിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കുറെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ തോന്നുന്നത്. പക്ഷേ ഇപ്പൊ സാർ എല്ലാവരും പറഞ്ഞ മാതിരി, സാർ പറഞ്ഞ മാതിരി സിനിമാ സംഗീതം ഒരു സിറ്റുവേഷണൽ സംഭവമാണ്. അപ്പം അതിന് അനുയോജ്യമായ എല്ലാ ഘടകങ്ങളും ചേർന്ന് വരുമ്പോഴാണ് ഒരു പാട്ട് അതിൻ്റെതായ ഒരു തലത്തിലേക്ക് എത്തുന്നത്. പിന്നെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ പാട്ട് അല്ലെങ്കിൽ ആർട്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഏത് ചൂസ് ചെയ്യണം ഏത് വേണ്ടെന്ന് അവർക്ക് ഈസിലി ചിന്തിക്കാം. ഇന്ന് നമുക്ക് ഓപ്ഷൻസും ഇഷ്ടം പോലെയാണ്. പണ്ട് സാറ് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യൻ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വളരെ പരിമിതമായിട്ട് കുറച്ച് ചാനൽസും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. എന്ത് നമുക്ക് ഗ്രഹിക്കണം എന്ത് വേണ്ടെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്താമെന്നാണ് എൻ്റെ അഭിപ്രായം സാർ. നമ്മുടെ വിദേശ നാടുകളിലൊക്കെ ഇപ്പോൾ ഇവരെല്ലാം വിദേശത്തൊക്കെ ഇവർ ഇന്ത്യയിൽ എപ്പോഴാണ് ഉള്ളതെന്ന് ചോദിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ വിദേശ നാടുകളിൽ ഒരുപാട് പ്രോഗ്രാംസിന് പോകുന്ന ആൾക്കാരെല്ലാം അവിടുത്തെ ജനറേഷൻ, ഒരു 3rd ജനറേഷൻ വന്ന രാജ്യങ്ങളിൽ പോലും പഴയ പാട്ടുകൾ അവർ ആസ്വദിക്കുന്നു. ഒരു അത്ഭുതത്തോടെ ഞാൻ അമേരിക്കയിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂയോർക്കിലൊക്കെ ഒരു വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ MG ശ്രീകുമാർ അടിച്ചു പൊളിക്കുന്നു പഴയ പാട്ട് പാടിയിട്ട്. പഴയ പാട്ടിൽ എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാം ബേണി സാർ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പോൾ ട്രിനിറ്റീസ്, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, നമ്മളെല്ലാം ഇൻസ്പിറേഷണൽ. ഒരു കലാകാരനെ വളരണമെങ്കിൽ വേറെ എന്തെങ്കിലും കേട്ടോ കണ്ടോ പഠിച്ചതിന് ശേഷം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ പാട്ടുകളുടെ മഹിമയും ഗുണവും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കാലം കഴിയുമ്പോൾ പാട്ട് പഠിക്കണം, അങ്ങനെ ഒരു അക്കാദമിക് സൗന്ദര്യം ആലാപനത്തിന് വേണം. ഉറപ്പായിട്ടും സാർ, ഏതെങ്കിലും ഒരു ജോണർ നമ്മൾ ഫണ്ടമെന്റലി പഠിച്ചിരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ. അത് പഠിക്കണം, നിലയുണ്ടാവും നിൽക്കാൻ. ഓക്കെ, ചവിട്ടി നീക്കാം. അപ്പൊ ഈ ജിമിക്കി കമലി ബന്ധപ്പെട്ടത് അങ്ങനെ അത് എന്താ ഈ പറഞ്ഞ മാതിരി തന്നെ അത് പാടാൻ ഭാഗ്യം കിട്ടി. അത് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ സ്ട്രഗിളിനും ദൈവം തന്നൊരു ബമ്പർ ലോട്ടറിയാണ് ജിമിക്കി കമൽ എന്ന് വിചാരിക്കുന്നത്. രഞ്ജിത്ത് ഏത് പടം സംഗീതം ചെയ്ത്? തമിഴിൽ 2 ഫിലിംസ് സംഗീത സംവിധാനം ചെയ്തു. പിന്നെ എന്റെ ഗുരുക്കന്മാർ, എഴുത്തുകാരി തമിഴിൽ എവിടെ ഇരിപ്പുണ്ട്? അതെ ഞാൻ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറയാം, റെഡി. ആവശ്യം വരും. പിന്നെ എന്റെ ഗുരുക്കന്മാരെ കൃഷ്ണകുമാർ സാറും ബിന്നി കൃഷ്ണകുമാറും. അപ്പൊ ചേച്ചിയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ മാതിരി സംഗീതം പഠിച്ചത്, ഇപ്പോൾ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ആർട്സ് എന്ന് പറയുന്നതൊരു മാജിക്കാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു ഉത്തരം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ഞാൻ സംഗീതം പഠിച്ചത് കൊണ്ടുള്ള അനുഭവത്തിൽ വെച്ച് എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ബിന്നി ചേച്ചിക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് സംസ്കൃതത്തിൽ ഒരു കീർത്തനം എഴുതി എനിക്ക് സമർപ്പിക്കാൻ പറ്റി. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും എനിക്ക് അതിന് ഉത്തരവില്ല. ഞാൻ ആദ്യം ചെയ്തൊരു പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല. സംഗീതത്തിൽ കൂടെ എഴുതിയോ? അതെ, സംഗീതത്തിൽ കൂടെ അറിഞ്ഞ് വന്നിരിക്കുന്ന അർത്ഥങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എഴുതി. അപ്പം ഞാനിപ്പോൾ അനിവാര്യമായിട്ടൊരു പാട്ട് പാടാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.